തുടങ്ങിക്കഴിഞ്ഞതാ. പുതിയതായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറ. ആ വൈദേഹിയുടെ DNA ടെസ്റ്റ് എടുക്കുന്നുണ്ടെന്ന്. അതിനെന്താ? അത് മതിയല്ലോ എല്ലാം തെളിയാൻ. അവള് വൈദേഹിയാണെന്നുള്ളതിന് വേറെന്ത് പ്രൂഫ് വേണം? ഇനി നമുക്ക് വല്ല ഉഗാണ്ടയിലോട്ടും പോകാം, അതാ നല്ലത്. എനിക്ക് നീ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ചിലപ്പോ നമ്മൾ വിജയിച്ചു എന്ന് പറയുന്നു, കുറച്ചു കഴിയുമ്പോ എല്ലാം നശിച്ചു എന്ന് പറയുന്നു. സത്യത്തിൽ നിന്നെ കൊണ്ട് ഒരു തുരുമ്പെങ്കിലും എടുക്കാൻ പറ്റുമോ? ഞാൻ ചെയ്യുന്നതൊക്കെ കൂടെ നിന്ന് നീ കാണുന്നില്ല കല്യാണിയമ്മേ. എന്നിട്ട് എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നത് എന്തിനാ? എന്തൊക്കെ ചെയ്തു എന്നുള്ളതല്ല, എവിടെയൊക്കെ വിജയിച്ചു എന്നുള്ളതിലാ കാര്യം. ഇവിടെ ഞാൻ പെടാപ്പാട് പെട്ടോണ്ടിരിക്കുമ്പോ പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട, അവഹേളിക്കാതിരുന്നൂടെ? വൈശാലിയെ വൈദേഹിയാക്കി മാറ്റാൻ വേണ്ടി ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടെന്നറിയാലോ. ഒടുവിൽ വൈദേഹിയുടെ കൂടെ ജീവിച്ചവർക്ക് പോലും സംശയം വരാത്ത രീതിയിലാ കരിക്കൽ നീക്കിയേ. ആ വൈദേഹി വൈശാലിയാണെന്നും തെളിയിച്ചു. ഇതിനു വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തെന്നറിയാലോ. ഊണിൽ ഉറക്കത്തിൽ ഈ ഒരു ചിന്തയല്ലാതെ വേറെ എന്തെങ്കിലും എനിക്കുണ്ടോ? അത് വിട്. ഒന്നും നടക്കാത്തതിന്റെ പേരിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ പറ. ഈ ടെസ്റ്റ് മര്യാദയ്ക്ക് നടന്ന പിന്നെ നമ്മൾ ഇതിൽ ഇടപെട്ടിട്ട് കാര്യമില്ല. വൈദേഹി പഴയതുപോലെ കൊട്ടാരം വീട്ടിലെ മരുമകളാകും. വർമ്മയ്ക്കും കുടുംബത്തിനും അതോടെ സന്തോഷവും ആവും. ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കാനേ നമുക്ക് പറ്റൂ. ചന്ദ്രികേ, ദശരഥ രാമവർമ്മയെ തകർക്കാൻ നോക്കുന്നതിനിടയ്ക്ക് നമ്മൾ സകലതും നഷ്ടപ്പെടുത്തി. ഇനി നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മാത്രം പറയരുത്. പിന്നെ നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരുന്നതിന് പോലും ഒരു അർത്ഥം ഇല്ലാണ്ടായി തീരും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ആലോചിക്ക് ചന്ദ്രികെ. അവള് വൈദേഹിയാണെന്ന് ആരും വിശ്വസിക്കരുത്. ശരിയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവള് വൈദേഹിയാണെന്ന് വീട്ടിലുള്ളവർ മനസ്സിലാക്കും മുമ്പ് അവളെ അവിടുന്ന് ഓടിക്കണം. ചാൻസ് കിട്ടുവാണെങ്കിൽ അവളെ അങ്ങ് മോളിലോട്ട് അയക്കണം. മരിച്ചതിന് ശേഷം അവള് വൈദേഹിയാണെന്ന് അറിയുമ്പോ ദേവൻ അത് സഹിക്കാൻ പറ്റാതെ അവനും അവളുടെ പുറകെ പൊയ്ക്കോളൂ. ദേവനില്ലാത്ത കൊട്ടാരം വീട് രാമനില്ലാത്ത അയോധ്യ പോലെയാ. പിന്നെ എല്ലാം കയ്യേറാനും കൈവശപ്പെടുത്താനും നമുക്കൊരു തടസ്സവുമില്ല. അവളെ കൊന്നുകളയണം. ദേവൻ വൈദേഹി. എനിക്കും വൈദേഹിക്കും മാത്രം അറിയാവുന്ന ആ ഉപ്പ്, ഞങ്ങളുടെ പ്രണയത്തിന്റെ സാക്ഷിയായിരുന്ന ആ ഉപ്പ്, അത് നിനക്കറിയാമെങ്കിൽ എനിക്ക് സംശയമില്ല, നീ എന്റെ വൈദേഹി തന്നെയാണ്. ഇതറിയാതെയാണ് ഈ വീട്ടിലുള്ളവര് നിന്നെ സംശയിക്കുന്നത്. എന്നാൽ നീ നിട്ട നമ്മുടെ പ്രണയത്തിന്റെ സാക്ഷിയായ ആ ഉപ്പാണ് നീ വൈദേഹിയാണെന്ന് എന്നെ അറിയിച്ചു. നീ വന്നു നിന്നാലോ കുടകിൻ പൂപ്പൂത്ത താഴ്വാരമാകും ഞാൻ. അറിയും കുറ്റാലം അരുവിത്തുള്ളാട്ടം നീയൻ ചുണ്ടിൽ പാട്ടായി ചേരുമ്പോൾ എല്ലാ മഴ ചാറ്റിൻ കുളിച്ചൂടാറുണ്ടേ ഉള്ളം. അരിമുല്ലച്ചേലിൽ പൂക്കും ചിരിയോർത്താലം നേരം. കാണാക്കുയിൽ പാട്ടിൻ മധു പെയ്യാറുണ്ടേ മന്ദം. കളിവാക്കും നിനച്ചെങ്ങാൻ ഞൊടിച്ചാഞ്ഞാലൻ നേരം. എന്താ ദേവേട്ട ആലോചിക്കുന്നത്? ഞാൻ ഒപ്പിട്ടതും ദേവേട്ടനത് പഠിപ്പിച്ചതും അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും അല്ലേ? അത് തന്നെ ദേവേട്ടന്റെ മനസ്സിലെന്ന് ദേവേട്ടന്റെ കണ്ണുകൾ പറയുന്നുണ്ടല്ലോ. എനിക്കറിയാം, ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഈ കണ്ണുകളില് എന്നോടുള്ള സ്നേഹം ഞാൻ കാണുന്നത്. അപ്പോ ഞാനാണ് വൈദേഹി എന്ന് ദേവേട്ടന്റെ മനസ്സ് തിരിച്ചറിഞ്ഞിരിക്കുന്നു.
എത്രയോ ഓർമ്മകൾ നിരത്തിയിട്ടും അതെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചതായിരിക്കുന്നു പറഞ്ഞിരുന്ന ദേവേട്ടൻ ഈ ഒപ്പിന്റെ കാര്യത്തിൽ എന്നെ വിശ്വസിച്ചില്ലേ? എനിക്കത് മാത്രം മതി. ഞാൻ പറഞ്ഞില്ലായിരുന്നു ദേവേട്ട, ദേവേട്ടൻ എന്നെ തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിലും ദേവേട്ടന്റെ മനസ്സെന്നെ തിരിച്ചറിയുമെന്ന്. ഇന്ന് അതാണ് സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ടും ഈ DNA ടെസ്റ്റിന് എന്തിനാ സമ്മതിച്ചെന്നറിയോ ദേവേട്ട? ദേവേട്ടന് വേണ്ടിയല്ല, വീട്ടിലുള്ള മറ്റുള്ളവർക്കും വിശ്വാസം വരാൻ വേണ്ടിയാ. ദേവേട്ടന്റെ കണ്ണിൽ തെളിയുന്ന ഈ സ്നേഹം പക്ഷെ വാക്കുകളിലും പ്രവൃത്തികളിലും തെളിയുന്നില്ല ദേവേട്ട. ഇനിയും എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? ചിലപ്പോ ഉണ്ടാവും. ആകാശത്ത് സൂര്യനുണ്ടെങ്കിലും വെയില് ഭൂമിയിൽ പതിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇടയ്ക്ക് എത്രയോ മേഘങ്ങൾ വെയിലിനെ മറയ്ക്കുന്നു. അതുപോലെ ദേവേട്ടന്റെ സ്നേഹം എന്നിലേക്ക് എത്താതെ തടസ്സം നിൽക്കുന്ന എത്രയോ മേഘങ്ങളുണ്ട്. ശരി ദേവേട്ട, ദേവേട്ടൻ എന്ത് വേണേലും ചിന്തിച്ചോ, ഞാൻ എന്താന്ന് ചോദിക്കില്ല. ദേവേട്ടൻ സ്വയം പറയുന്നൊരു ക്ഷണം ഉണ്ടാവും. ആ ഒരു ക്ഷണത്തിനായി ഞാൻ എന്നും കാത്തിരിക്കും ദേവേട്ട. ദേവാ, ദേവാ, എന്തു പറ്റി? എന്താ ആരാധ്യ? നീ ഇവിടെ തന്നെ ഉണ്ടോടാ? ഒരാള് കല്ലുപോലെ മുന്നിൽ നിന്നിട്ടും ഒന്ന് നോക്കുന്ന പോലുമില്ല. പലവട്ടം വിളിച്ചു, ഒന്ന് നോക്കുന്ന പോലുമില്ല. അങ്ങനെ നിന്റെ ചിന്തയൊക്കെ ഏത് ലോകത്താ ദേവാ? കുറച്ചു മുന്നേ അവള് കാണിച്ചു വെച്ചത് ഓർത്തിട്ടാണോ? അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇനി എന്താ കാര്യം? ഇത്രയും നാളും നമ്മളെ അവള് പറ്റിച്ചു, ഇപ്പോഴാണേ പിടിക്കപ്പെട്ടു. റിപ്പോർട്ടും കൂടെ ഒന്ന് വന്നോട്ടെ, അതോടെ വൈശാലി എന്നേക്കും ഇവിടുന്ന് പൊക്കോളും. അവള് വൈശാലി അല്ല ആരാധ്യ, വൈദേഹിയ. വൈദേഹിയാണെന്നോ? നീ എന്തൊക്കെയാ ദേവി പറയുന്നേ? അതെ ആരാധ്യേ, റിപ്പോർട്ട്സിൽ ഉറപ്പായി അവള് വൈദേഹിയാണെന്നേ വരൂ. അതെന്താ? ആ റിപ്പോർട്ടിൽ അവൾ എന്തെങ്കിലും തിരിമറി കാണിക്കുമെന്ന് നിനക്ക് വല്ല സംശയമുണ്ടോ ദേവാ? ഈ പ്രാവശ്യം അതിന് ഒരു ചാൻസും ഉണ്ടാവില്ല. ആ റിപ്പോർട്ട്സ് മാറ്റാനായിട്ട് ദൈവത്തിന് പോലും ഇനി കഴിയില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇത്രയോ ഉറപ്പിച്ച് പറയുന്നത്, അവള് വൈദേഹി തന്നെയാ. നീ പറഞ്ഞ ഉടനെ അവള് വൈദേഹിയാവോ? ഹാ, ഇപ്പൊ കൺമുന്നിൽ വെച്ചല്ലേ നീയും കണ്ടത്. അവൾക്ക് വിദ്യാഭ്യാസമില്ല,
എന്നിട്ട് നിഷ്പ്രയാസം സൈൻ ചെയ്ത കണ്ടില്ലേ? അവള് പഠിച്ചിട്ടില്ല എന്നുള്ളത് സത്യം. പക്ഷേ പേരെഴുതി ഒപ്പിടാൻ അവള് പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെ പഠിപ്പിച്ചു കൊടുത്തേ. ഞങ്ങളുടെ സ്നേഹത്തിന്റെ തെളിവായിട്ടാ അവൾ അന്നേരം അവിടെ ഇട്ട ആ ഒപ്പ്. ഞാനന്നേരം അവളുടെ പേര് മാത്രമാണ് ഒപ്പാക്കിയിടാൻ പറഞ്ഞത്. പക്ഷെ ദേവേട്ടനില്ലെങ്കിൽ ഞാനില്ലെന്നും പറഞ്ഞ് എന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരത്തെ അവളുടെ ഒപ്പിന്റെ ആദ്യ അക്ഷരാക്കി മാറ്റിയത് അവള് തന്നെയാ. ദേവൈഹി. അങ്ങനെ ഒരു ഒപ്പിടാൻ സാധിക്കുന്നത് എന്റെ വൈദേഹിക്ക് മാത്ര. അതെ, അവള് തന്നെയാ. ഇനി മറ്റേതൊരു കാര്യമാണെങ്കിലും അത് അവൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാണെന്ന് വിചാരിക്കാം. എന്നാൽ ഇങ്ങനെയൊരു ഒപ്പ് എനിക്കും വൈദേഹിക്കും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ യാതൊരു ചാൻസും ഇല്ല ആരാധ്യേ. എനിക്കുറപ്പാ, ഇനി ഈ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അവൾ എന്റെ വൈദേഹി തന്നെയാ. കാലത്ത് അവൾ എന്റെ റൂമിലേക്ക് വന്നപ്പോഴും അസത്യം പറയുമ്പോഴാ പേടിക്കേണ്ടത്, സത്യം ആരെയും കണ്ട് ഒരിക്കലും പേടിക്കില്ലെന്നാ അവള് പറഞ്ഞത്. അവള് പറഞ്ഞത് എത്ര സത്യ. കള്ളം പറയുന്നവർക്കും പറ്റിക്കാൻ ശ്രമിക്കുന്നവർക്കും പിടിക്കപ്പെടുമെന്നൊരു ഭീതി എപ്പോഴും മനസ്സിലുണ്ടായിരിക്കും. ഇവിടെ വന്നപ്പോ തൊട്ട് അവളുടെ കണ്ണുകളിൽ വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു ഭയം അവളുടെ ഒരു ചലനത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണം ഇതായിരുന്നു, അവള് സത്യമായിരുന്നു ആരാധ്യ. നീ എന്താ പറഞ്ഞത്? അവള് കാലത്ത് നിന്റെ റൂമിലേക്ക് വന്നെന്നോ? ആ വന്നായിരുന്നു, നേരം വെളുത്തതും വന്നായിരുന്നു. അതിലിപ്പോ എന്താ കുഴപ്പം? വന്നിട്ട് എന്താ ചെയ്തത്? അതെന്താ ആരാധ്യ നീ അങ്ങനെ ചോദിച്ച്? നീയും ഇവിടെ എല്ലാരെ പോലെ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ എങ്ങനെയാ? ഓരോ നിമിഷവും അവള് വൈദേഹിയാണെന്ന് എന്നെ വിശ്വസിപ്പിക്കാൻ മാത്രമേ അവള് ശ്രമിച്ചിട്ടുള്ളൂ. അല്ലാതെ തനിച്ചിരിക്കുമ്പോ മറ്റൊന്നും ആഗ്രഹിച്ച് വന്നതല്ല. ഞാനൊരു വക്കീലാണ് ദേവ. സംഭവങ്ങളിൽ പഴുതെവിടെയെങ്കിലും ഉണ്ടോന്ന് മാത്രമേ ഞാൻ ചിന്തിക്കൂ. അല്ലാതെ കടന്ന് ചിന്തിച്ച് ഊഹാപോഹങ്ങളിൽ ജീവിക്കാറില്ല. അവള് വന്ന ശേഷം നടന്നത് എന്താണെന്ന് കൃത്യമായിട്ട് നീ പറയും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരറ്റ് ജ്യൂസുമായിട്ട് അവള് വന്നത്. അതിനുശേഷം ആ ജ്യൂസ് എന്റെ ടീഷർട്ടിലേക്ക് വീണു. അപ്പൊ അവൾ അത് തുടച്ചു തരാൻ നോക്കി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ട് എടുത്തു തന്നിട്ട് അതിട്ടോളാൻ പറഞ്ഞു. എന്താ? അവള് ഷർട്ട് എടുത്തു തന്നോ? എവിടെന്നാ അവളത് എടുത്തത്? എന്റെ കബോർഡിനകത്ത് നിന്ന്. അവക്കെല്ലാം അറിയാലോ എനിക്ക് എന്തൊക്കെയാ ഇഷ്ടമെന്നും എവിടെ എന്തൊക്കെ ഇരിക്കുന്നു എന്നൊക്കെ. അവളപ്പോ ദേവേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ട് ഇതാണെന്നും പറഞ്ഞ് എനിക്കെടുത്തു തന്നു. എന്നാലേ എന്റെ കൂടെ വാ. ആരാധ ഇപ്പൊ എന്തിനാ അങ്ങോട്ട് പോന്നേ? നീ എന്താ ചെയ്യാൻ പോകുന്നേ? അല്ല, നീ എന്തിനാ ഈ ഫയൽ എടുക്കുന്നേ? നിക്ക് പറയാം. നന്നായിട്ടുണ്ട്. എന്റെ വക്കീല് ബുദ്ധി അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു. ഇപ്പൊ എന്താ ഉണ്ടായത്? ദാ നോക്ക്, ഈ സൈനല്ലേ അവളിട്ടത്. ഇതും അവളിട്ട് തന്നെയല്ലേ? അപ്പൊ പിന്നെ അതുപോലെ ഉണ്ടാവില്ലേ? അങ്ങനെയല്ലട ദേവ. ഇപ്പോഴും നീ ഒരു കാര്യം മനസ്സിലാക്കുന്നില്ല. വൈദേഹിയാണെന്നും പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ കയറി വരാൻ വേണ്ടി ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഈ സൈനും അവൾ ഇതിന്ന് തന്നെ കണ്ടുപിടിച്ചതാ. നീ എന്തൊക്കെയാ പറയുന്ന ആരാധ്യേ? സത്യം. കാലത്ത് നിനക്ക് ഷർട്ട് എടുത്തു തരാൻ അവൾ ഈ വാർഡ്രോബ് തുറന്നപ്പോഴായിരിക്കും അതിലിരുന്ന് ഈ ഫയലിലെ വൈദേഹിയുടെ സൈനും അവള് കണ്ടിട്ടുണ്ടാവുക. ബുദ്ധിയുള്ളവളാ. പറ്റിക്കാൻ ശ്രമിക്കുമ്പോ സകല അടവുകളും അറിഞ്ഞിരിക്കണ്ടേ. അവൾ ഉടനെ ആ സൈൻ കണ്ടുപിടിച്ചു.
എന്നിട്ടൊന്നും അറിയാത്ത പോലെ ആ സൈൻ ഇന്ന് വീണ്ടും അവളിട്ടു. വൈദേഹിയുടെ സൈൻ അവളിട്ടെന്നും പറഞ്ഞ് ഉടനെ അവള് വൈദേഹിയാവൂ? നീ ഇതേത് ലോകത്താ ദേവാ? നിന്നെ പറ്റിക്കാൻ എത്ര എളുപ്പാന്ന് നോക്ക്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരാധേ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതില് വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറഞ്ഞതാണ് ദേവാ സത്യം. ഇനി അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ DNA റിപ്പോർട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യ്. അപ്പൊ എല്ലാം ക്ലിയർ ആവൂലോ. നിലാവേ നിലാവേ നിഴൽ വീണതിന്റെ നിലാത്തേൻ തുളുമ്പും മുഖം മാഞ്ഞതിന്റെ അവിടെ എത്തിക്കാണോ? ഒന്ന് വിളിച്ചു നോക്കിക്കേ ചന്ദ്രികെ. കല്യാണിയമ്മേ, എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നേ? കാര്യം കഴിഞ്ഞാൽ ഉടൻ അവൾ ഇങ്ങോട്ട് വിളിച്ചോളും. ദേ കണ്ടോ, അവിടുന്ന് തന്നെയാ ഫോൺ. ആ എന്താ പറയ ലക്ഷ്മി? ഇതെന്താ ചേച്ചി, നോട്ടിന്റെ കെട്ടയക്കുമെന്ന് പറഞ്ഞിട്ട് ഇതൊരു സ്പ്രേ ആണല്ലോ ചേച്ചി. ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ചെയ്തതിനൊക്കെ ഇതാണോ ചേച്ചി തിരിച്ചു തരണ്ടേ? മിണ്ടാതിരിക്കടി. നോട്ട് കെട്ടായിട്ട് തന്നാലേ ചെലവാക്കുമ്പോ അതങ്ങ് തീർന്നു പോവില്ലേ? പക്ഷെ ഇതുകൊണ്ട് നിന്റെ ജീവിതം സെറ്റിലാവും. ഇതുകൊണ്ട് ചിലപ്പോ എന്റെ ജീവിതം തന്നെ തീർന്നു പോകും ചേച്ചി. ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഇപ്പൊ അവിടെ വല്ല മണവും വരുന്നുണ്ടോ നിനക്ക്? ഇപ്പൊ പരിപ്പ് അടപ്പത്തിട്ടതേ ഉള്ളൂ. ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്ന സ്പ്രേ ഇല്ലേ, അതവിടെ സ്പ്രേ ചെയ്. സ്പ്രേ ചെയ്യാനോ? അതെ, ചെയ്യ്. ആ ശരി ചേച്ചി. ചെയ്തു ചേച്ചി. ഇപ്പൊ നിനക്കവിടെ വേറെ വല്ല മണവും വരുന്നുണ്ടോ? ഒരു മണം വരുന്നില്ല ചേച്ചി. ഈ സ്പ്രേ അടിച്ച ശേഷം പരിപ്പിന്റെ മണം പോലും ഇല്ലാതായി. അതങ്ങനെയാ. അതിനല്ലേ ഞാൻ അത് തന്നുവിട്ടത്. ഇപ്പൊ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് പറഞ്ഞ കാശ് മാത്രമല്ല, അതിന്റെ 4 ഇരട്ടി പണം ഞാൻ നിനക്ക് തന്നിരിക്കും. ഞാൻ ചെയ്യേ ചേച്ചി. ചേച്ചി എന്ത് പറഞ്ഞാലും ചെയ്യാം. ഇപ്പൊ എന്താ ചെയ്യണ്ടേ ചേച്ചി? രാത്രി എല്ലാരും കിടന്നുറങ്ങിയ ശേഷം അടുക്കള മുഴുവൻ നീ ഇത് സ്പ്രേ ചെയ്യണം. അത് മതി. ചെയ്യേ ചേച്ചി. മറക്കരുത്, അടുക്കളയിൽ ഒരിടം പോലും വിടരുത്. ആയിക്കോട്ടെ ചേച്ചി. ഇതൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? കല്യാണിയമ്മേ, കാര്യം കഴിഞ്ഞ പോലെ. ഇതോടുകൂടി വൈദേഹി മരിച്ചങ്ങ് പരലോകത്തെത്തിക്കൊള്ളും. കൊട്ടാരം വീട്ടിൽ അപ്രതീക്ഷിതമായ അപകടമെന്ന് എല്ലാ ന്യൂസ് ചാനൽസിലും ഇതു മാത്രമായിരിക്കും വരേണ്ടത്.
ഇതോടുകൂടി വൈദേഹി മരിക്കും, നമ്മുടെ പ്രശ്നവും തീരും. എന്താ പറഞ്ഞേ? കൊട്ടാരം വീട്ടിൽ അപകടോ? എന്താ ഇവരി പറയുന്നേ? ആരാ ഇവരൊക്കെ? ഏയ്, ഒന്ന് നിർത്തിക്കേ. ഏയ്, കാർ നിർത്ത്, നിർത്ത്, കാർ നിർത്താൻ. ഏയ്, ഏയ്, ഇത്രയും കാലം കാത്തിരുന്നതിന് ഇന്ന് നല്ലൊരവസരം ഒത്തുകിട്ടിയിരിക്കുന്നത്. ഒന്ന് നേരം വെളുത്താ മതിയായിരുന്നു. അവിടുത്തെ വാർത്ത ന്യൂസിൽ പറയുന്നത് കേൾക്കാൻ കൊതിയാവുന്നു.